ഹലോ ഗേൾസ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് കാണിക്കുന്നത് ഒരു ഇസ്ലാമിക് പ്ലാനറാണ്. ഞാൻ ഈ പ്ലാനർ ആദ്യം തന്നെ എഴുതി കൊടുക്കുന്നത് ദുആ ദിക്ർ എന്നുള്ളൊരു പേജാണ്. നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന ദുആകളും ദിക്റുകളൊക്കെ ഇൻസ്റ്റയിൽ നിന്നും അങ്ങനെ റീൽസിൽ നിന്നൊക്കെ കിട്ടുന്ന ദുആകളും ഇതൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പേജാണ് ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മളെ മക്കൾക്കും ഹസ്ബൻഡിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് പുതിയ പുതിയ ദുആകൾ കിട്ടുമ്പോൾ ഇതിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജാണ് ഞാനിങ്ങനെ വിട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ജനുവരിയിലെ ഇസ്ലാമിക് പ്ലാനറാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ജനുവരിയിൽ നിന്ന് ഒരു കലണ്ടറിൽ നിന്ന് ഒട്ടിച്ചെടുത്തിട്ട് അങ്ങനെ ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 31 ഡേയ്സും ഇതേപോലെ എൻ്റെ ഒരു കയ്യിലൊരു കലണ്ടറിലെ ഒരു പീസ് ഉണ്ടായിരുന്നു, അതിങ്ങനെ വെട്ടിയിട്ട് ഒട്ടിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കോളംസ് വരച്ചിട്ട് ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ നമ്മളെ ഓരോ ഡേയിലും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അവിടെ ഇങ്ങനെ എഴുതി കൊടുക്കാം. നമ്മളെ ഹാപ്പിനെസ് ആയാലും സാഡായാലും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എല്ലാം നമുക്ക് അതിൽ എഴുതി കൊടുക്കാം. ഇപ്പോൾ സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ ഡയറി എഴുതുന്നവർ ഒരുപാടുണ്ടാവും. ഈ ഡയറി ഒന്നും പിന്നെ നമ്മൾ തിരിച്ചു നോക്കൂല, മറിച്ച് പോലും നോക്കൂല. ഇതാകുമ്പോൾ ചെറിയ ചെറിയ പാരഗ്രാഫ് ആകുമ്പോൾ നമുക്ക് പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കാൻ തോന്നും. എനിക്കൊരിക്കലും കടയിൽ നിന്ന് വാങ്ങുന്ന പ്ലാനറുകളോട് അത്ര ഇഷ്ടമല്ല. ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഇത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ ഒരു സ്നേഹം തോന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലം ബ്ലാങ്കായി കിടന്നപ്പം എനിക്ക് എന്താ പോലെ, അപ്പോൾ ഞാനൊരു സ്റ്റിക്കർ ഏതോ ഒരു മാഗസീനിൽ എടുത്തിട്ടുള്ളൊരു സ്റ്റിക്കറാണ്, ഞാനത് അതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതതിന് മാച്ചൊന്നുമല്ല എനിക്കറിയാം, എന്നാലും ഞാൻ അവിടെ ഇങ്ങനെ കുറച്ച് ബ്ലാങ്കായി കിടന്നപ്പം ഞാനതങ്ങനെ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്ലാനറല്ലേ, നമുക്കിഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ഞാനത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 31 ദിവസത്തെ കാര്യങ്ങളും അതിലെഴുതി എഴുതി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് എനിക്കൊരു ലെറ്റർ, ഈ മാസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളൊരു ലെറ്റർ അതിൽ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പീസ് അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊരു ഇവിടെ പഴയൊരു ബുക്ക് ഉണ്ടായിരുന്നു, പ്ലാനർ അങ്ങനെ എന്തോ ഒരു സംഭവം, അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഞാൻ ഖുർആന് വേണ്ടിയിട്ടൊരു ഇതുണ്ടാക്കുന്നുണ്ട്, ഒരു കോളം വരക്കുന്നുണ്ട്. 15 ദിവസം അങ്ങനെ വരക്കുന്നുണ്ട്. കാരണം ഇതിൽ കൊള്ളൂല, 30 ഡേയ്സ് എഴുതുമ്പോൾ 31 ഡേയ്സ് എഴുതുമ്പോൾ ഇതിൽ കൊള്ളൂല. അപ്പോൾ ഞാൻ 2 നിരയിലായിട്ട് അങ്ങനെ എഴുതാമെന്ന് വിചാരിച്ചു. ഡെയിലി നമ്മൾ ഓതേണ്ട ഖുർആന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡെയിലി ഓതേണ്ട സൂറത്തുകൾ, അത് നമുക്കതിൽ ഇങ്ങനെ ട്രാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഓരോ കുളത്തിലും നമ്മൾ ഇന്ന് ഓതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിതുണ്ടാക്കി. ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം ശരിക്കുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ മാസത്തിൽ എത്ര ഖുർആൻ നമ്മൾ ഓതി അങ്ങനെയൊക്കെ നമുക്ക് ഇതുമൂലം ഇതുള്ളത് കൊണ്ട് നമുക്കിങ്ങനെ ഇതിൽ നോക്കുമ്പം ഓതാൻ ടെൻഡൻസി കൂടുകയാണെങ്കിലോ പിന്നെ ഈ മടിയന്മാർക്കും മടിച്ചികൾക്കൊക്കെ ഒരു നല്ല ഓപ്ഷനാണിതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് മന്ത് എൻഡിൽ നമുക്ക് ഞാൻ എത്ര വട്ടം ഖുർആൻ ഓതിയിട്ടുണ്ട്, എങ്ങനെ ഓതായിരുന്നു എന്നൊക്കെ തോന്നുമല്ലോ. ഇത് നോക്കുമ്പോൾ ഒരു കുറ്റബോധം നമുക്ക് നമ്മോട് തന്നെ തോന്നും. അത് നമുക്ക് ഖുർആനോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഡെയിലി ഓതേണ്ട യാസീന്, വാക്യ, മുൽക്ക്, അങ്ങനെ ഒരുപാട് സൂറത്തുകളുണ്ട്, ആയത്ത് കുർസി, അതൊക്കെ ഞാനിതിൽ എഴുതി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഡെയിലി ഇനി കറക്റ്റായിട്ട് ഓതി പോകണമെന്ന് കരുതുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഡെയിലി ഓതുമായിരുന്നു. ഇപ്പോഴാണ് ഓരോരോ ചില ദിവസങ്ങളിലൊന്നും ഓതാൻ കഴിയുന്നില്ല. അപ്പം അതൊന്ന് ട്രാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓരോ സൂറത്തിനും ഓരോ കളർ വെച്ചിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. എല്ലാം പെൻസിൽ കൊണ്ട് വരച്ചാൽ ചിലപ്പം ഒരു ഇത് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാം മാറിപ്പോകുമെന്ന് വിചാരിച്ച് ഞാൻ യാസീനാണ് ഇപ്പോൾ എഴുതി കൊടുക്കുന്നത്. അങ്ങനെ യാസീനും മുൽക്കൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ സൂറത്തിനും ഓരോരോ കളർ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ലാതെ തന്നെ ഇതൊന്നും ഈ ട്രാക്കറൊന്നും ഇല്ലാതെ തന്നെ ഖുർആൻ ഓതുന്നവർ ഒരുപാട് പേരുണ്ടാവും കേട്ടോ. ഇത് നമ്മളെ മനസ്സിനൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവാനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു പ്ലാനർ ഉണ്ടാക്കുന്നത്. നിങ്ങളൊരു പ്ലാനറൊന്നും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നമ്മളെ ലൈഫിൽ കുറേ ചേഞ്ചസ് വരും. ഞാൻ 2024 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഈ റെൻറ്റിൽ ഞാനതിൽ നോക്കുമ്പോൾ കളാവ് വന്ന നിസ്കാരങ്ങൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് തോന്നും. പിന്നെ ഞാൻ അടുത്ത പേജിൽ സലാഡ് ട്രാക്കറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതും ഞാൻ ഒരു പഴയൊരു നോട്ട്സിൽ നിന്ന് എഴുതിയെടുത്താണ്. പിന്നെ ഇവിടെ ഞാൻ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളം കൊടുത്തിട്ടുണ്ട്.
അതിൽ നമുക്ക് പീരീഡ്സ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ ഞാൻ ഈ സലാഡ് ട്രാക്കറിൽ ഞാൻ ഇങ്ങനെ ഓരോ കോളംസിൻ്റെ ഒരു കലണ്ടറിൽ എന്തിലോ ഒരു ബുക്കിലെന്തോ കണ്ടത്, ഞാനിങ്ങനെ 31 ഡേയ്സിൻ്റെ ഒരു കോളംസ് ഇങ്ങനെ കണ്ടപ്പം അങ്ങനെ ഒട്ടിച്ചെടുത്താണ്. ശരിക്ക് നമുക്ക് കോളംസ് ആക്കിയിട്ട് വരയ്ക്കുന്നതായിരിക്കും ഇതിനേക്കാളും ഈസി എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ സ്റ്റിക്കർ ഞാൻ തന്നെ ഉണ്ടാക്കിയ സ്റ്റിക്കറാണ്, അത്ര ഭംഗിയൊന്നുമില്ല, എന്നാലും ഞാൻ വെറുതെ കിടക്കല്ല വിചാരിച്ച് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്, നിസ്കാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്കിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇൻറ്റു ഇട്ടിട്ട് കൊടുക്കാം. ഇനി കള വീട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ട് കൊടുക്കാം. ഇനി പീരീഡ്സ് ആണെങ്കിൽ അവിടെ ഒരു റൗണ്ട് ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഓരോ ദിവസത്തിലും ഞാനിങ്ങനെ എല്ലാ നിസ്കാരത്തിൻ്റെയും ഫജ്ർ, ളുഹർ അതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ മാത്രം ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് കൊടുക്കാം അങ്ങനെ വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ അതിൻ്റെ അടിയിൽ തഹജ്ജുദും ളുഹയും വിത്തറും കൂടി ഒന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ തഹജ്ജുദൊക്കെ വളരെ നല്ല നിസ്കാരങ്ങളാണ്, അപ്പോൾ അതൊക്കെ നിസ്കരിക്കണം, അതൊക്കെ കണ്ടിന്യൂ ആക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി ഈ പ്ലാനർ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം 3-4 ദിവസമൊക്കെ ആയി ജനുവരി ആയിട്ട്, പക്ഷേ എനിക്ക് കുറച്ച് ലേറ്റായിപ്പോയി. എന്നാലും നമുക്ക് ഫെബ്രുവരിയിൽ ജേണൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഇയറിൽ ഇങ്ങനെ പ്ലാനർ ചെയ്തിട്ടുണ്ട്, എനിക്കതുകൊണ്ട് നല്ല പ്രോഗ്രസ് ഉണ്ട്. എനിക്ക് ആ പ്ലാനർ തുറന്ന് നോക്കുമ്പോഴൊരു റിഗ്രറ്റ് കാരണം ഞാൻ പെട്ടെന്ന് നിസ്കരിക്കണം, അങ്ങനെ നിസ്കാരം വീട്ടേണ്ടി വരും, ഒരുപാട് കളാകൾ കാണുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് കറക്റ്റിന് നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പ്ലാനർ ഉള്ളത് കൊണ്ട് ഇതൊന്നും വേണ്ടാതെ തന്നെ നല്ലോണം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് നല്ല ആളുകൾക്ക് കഴിയുന്നതാണ്. അപ്പം അങ്ങനത്തെവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനങ്ങനെ എനിക്ക് വേണ്ടിയിട്ടുള്ള സലാഡ് ട്രാക്കർ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഹസ്ബൻഡിന് വേണ്ടിയിട്ടും ഒരു സലാഡ് ട്രാക്കർ ഉണ്ടാക്കണമെന്ന്. കാരണം അവർ ജോലിക്ക് പോകുന്ന ആൾക്കാരല്ലേ, അവർക്ക് നമ്മളല്ലേ ചെയ്തു കൊടുക്കേണ്ടത്, നമ്മളല്ലേ ചെയ്തു കൊടുക്കാനുള്ളൂ. അവരെന്തായാലും ഒരിക്കലും ഒരു സലാഡ് ട്രാക്കറൊന്നും എഴുതി ഉണ്ടാക്കുകയൊന്നുമില്ലല്ലോ. പിന്നെ ഞാനിവിടെ ഇങ്ങനെ ബ്ലാങ്കായി കിടന്നപ്പം പ്രേയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോഡ്സ് ഞാൻ അവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. വെറുതെ ബ്ലാങ്കായി കിടന്നപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ ഞാൻ വെറുതെ ഒന്നിങ്ങനെ എഴുതി കൊടുത്തു. പിന്നെ അപ്പുറത്തെ പേജിൽ ഞാൻ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്, സലാഡ് ട്രാക്കർ ഉണ്ടാക്കുന്നുണ്ട് പറയില്ല, അത് കുറച്ചും കൂടി ഈസിയസ്റ്റ് വേ ആണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഇങ്ങനത്തെ വരക്കാവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഹസ്ബൻഡ്സൊക്കെ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരല്ലേ, പക്ഷെ അവർക്കും നിസ്കാരം ഇടയ്ക്കൊക്കെ കളായി പോകുമല്ലോ, അവരുടെ കളാകളും വീട്ടേണ്ടത് തന്നെയാണല്ലോ. എങ്ങനെയായാലും അവർക്കും കളാ വീട്ടണമല്ലോ, നമ്മൾ മാത്രം വീട്ടിയാൽ പോരല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഹസ്ബൻഡിന് വേണ്ടിയിട്ടും ഒരു സലാഡ് ട്രാക്കർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഡെയിലി ഹസ്ബൻഡിനോട് ചോദിക്കും, ഇന്ന് അത് നിസ്കരിച്ചോ ഇത് നിസ്കരിച്ചോ എന്നൊക്കെ ചോദിക്കും. ഹസ്ബൻഡ് എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡെയിലി ചോദിക്കുന്നതല്ലേ, അപ്പോൾ എന്തായാലും ഇതിൽ എഴുതി വെക്കാം. അങ്ങനെ ചില ദിവസങ്ങളിലും ഒന്നും ആൾക്ക് സുബഹി കിട്ടാണ്ടിരിക്കും, ആൾ സൗദിയിലാണ്, അപ്പോൾ സുബഹി കിട്ടാണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇതിൽ ട്രാക്ക് ചെയ്ത് കൊടുത്താൽ ആൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ടൈം കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത് വീട്ടും ചെയ്യാമല്ലോ, കളാവ് വീട്ടും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹസ്ബൻഡിനും വേണ്ടിയിട്ടൊരു സലാഡ് ട്രാക്കർ ഉണ്ടാവും. ആൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഫസ്റ്റ് സലാഡ് ട്രാക്കറാവും ഇത്. അല്ല, ആളുണ്ടാക്കുന്നതല്ല, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, എന്നാലും ആളുടെ ലൈഫിലെ ഫസ്റ്റ് ട്രാക്കറാവും ഇത്. ആൾക്ക് ഇങ്ങനത്തേനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, കാരണം ബോയ്സിന് പൊതുവെ ഇങ്ങനത്തെ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഹസ്ബൻഡ് സലാഡ് ട്രാക്കറിന് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാനിത് യൂട്യൂബിൽ ഇടുന്നുണ്ട്, ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആളുടെ പേരെന്നെ എഴുതിയിരുന്നു. ഞാനിപ്പം ഇങ്ങനെ കോളംസ് വരയ്ക്കുകയാണ്. സുന്നത്ത് നിസ്കാരത്തിൽ ഞാൻ തഹജ്ജുദ് മാത്രം ആൾക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. ളുഹയും വിത്രൊന്നും നിസ്കരിക്കാൻ എന്തായാലും കഴിവുണ്ടാവില്ല, ആ ടൈമിലൊക്കെ ഡ്യൂട്ടിയിലായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആളുടെ നിസ്കാരം ഇതിൽ ട്രാക്ക് ചെയ്യണം, അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാനിതിൽ കോളംസ് ആക്കിയിട്ട് വരയ്ക്കുന്നുണ്ട്. ഇതാകുമ്പോൾ സുഖമാണ്, നമുക്ക് 30 ഡേയ്സിനും ഇങ്ങനെ ഓരോ കോളംസ് ഉണ്ടാക്കി വരയ്ക്കുമ്പോൾ ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത്. മറ്റേത് ഞാനങ്ങനെ സ്റ്റിക്കർ കണ്ടപ്പോൾ അങ്ങനെ ഒട്ടിച്ചതാണ്, പക്ഷേ ഇതാണ് കുറച്ചും കൂടി ഈസിയസ്റ്റ് വേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനും ഒക്കെ ഇങ്ങനെ കോളംസ് വരയ്ക്കുക തോന്നുന്നുണ്ട് നല്ലത്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് ഹസ്ബൻഡിൻ്റെ ഖുർആനും ട്രാക്ക് ചെയ്യുന്നത്. വേറൊരു
ഇത് പേജ് ഇതിനായിട്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അവർക്ക് ഖുർആൻ ഓതാനൊക്കെ ടൈം കുറവാണ്. ബേസിക്കായിട്ടുള്ള കുറച്ച് ഖുർആനൊക്കെ, അതായത് യാസീൻ വിത്ത് വാക്കിയ മുൽക്ക് അതൊക്കെ തന്നെ ഓതുണ്ടാവുള്ളൂ. അതിനും ടൈം കുറവായിരിക്കും. എന്നാലും ഞാനിതിൽ അതും ട്രാക്ക് ചെയ്യുന്നുണ്ട്, അതും ഞാനിതിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങളും നമ്മൾ നോക്കാണ്ടേ, നമുക്ക് വീട്ടിൽ ഏതായാലും ജോലിയൊന്നുമില്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. വീട്ടിൽ ജോലിയൊന്നും ഇല്ലാതിരിക്കല്ലേ, അപ്പം അവരുടെ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ദിവസത്തിന് ഇങ്ങനെ ഓരോ ദിവസം എഴുതിയിട്ട് 30 ദിവസം 31 ദിവസം ഈ കുളത്തിൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനതിൽ നിസ്കാരങ്ങളുടെ പേര് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പം ആൾക്കിത് കാണിച്ചു കൊടുക്കുമ്പോൾ സന്തോഷമാവുമെന്ന് കരുതുന്നുണ്ട്. കാരണം അവരുടെ നിസ്കാര കാര്യങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നറിയുമ്പം ചിലപ്പോൾ ആൾക്ക് നല്ല സന്തോഷമാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണല്ലോ. അപ്പം ഞാനങ്ങനെ എഴുതിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തഹജ്ജുദ്, ഫജ്ർ, ളുഹർ, അങ്ങനെ അസർ അങ്ങനത്തെ ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ യാസീൻ വിത്തർ അങ്ങനെയൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം ആൾക്ക് ഈ മന്ത് എൻഡിൽ ഞാൻ കാണിച്ചു കൊടുക്കും, കണ്ടോ നിങ്ങൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ, ഇത്ര ചെയ്തു, ഇത്ര ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ നമുക്ക് പറയാനും കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റും. അപ്പം ഞാനതൊക്കെ ഇതിലിങ്ങനെ ട്രാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പേജിൽ ഞാനൊരു ഡിസിഷൻ്റെ ഒരു പേജ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും ഞാൻ ട്രാക്കറിൻ്റെ പ്ലാനറുടെ ഫസ്റ്റ് പേജിലാണ് ഡിസിഷനൊക്കെ എല്ലാവരും എഴുതുക. പക്ഷെ ഞാനത് വിട്ടുപോയി, ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ സ്കെച്ച് കൊണ്ട് അപ്പുറത്ത് വരച്ചതിൻ്റെ പാട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടുന്ന് എന്തോ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഒരു ചാർട്ട് പേപ്പറിൻ്റെ പീസ് ഉള്ളതുകൊണ്ട് അതിൽ ഞാനിങ്ങനെ ഡിസിഷൻ എഴുതാൻ വേണ്ടിയിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ 2025 ജനുവരിയിൽ ഞാനെടുക്കുന്ന നല്ല ഡിസിഷൻസ് ആവണം എന്ന് വിചാരിച്ചിട്ട് ഞാനതിലങ്ങനെ എഴുതിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ഞാൻ ചെറിയൊരു ഡിസൈനൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, എന്നാലും എനിക്ക് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം അങ്ങനെ തോന്നി. അപ്പം ഞാനങ്ങനെ 2 ലീഫൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി ഭയങ്കര ബോറായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കായിട്ട് ഉണ്ടാക്കുന്ന പ്ലാനറല്ലേ, അതിനിപ്പോൾ ആരെയും ബോധിപ്പിക്കണ്ടല്ലോ, നമുക്കിഷ്ടമുള്ളതൊക്കെ വരയ്ക്കുക. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ വരൻ്റെ ഒരു നിലവാരം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഞാനങ്ങനെ വരച്ചു കൊടുത്തു. എനിക്ക് ഇതിൽ കാര്യമായിട്ട് എടുക്കേണ്ട ഡിസിഷൻ 2025 നിസ്കാരം കളാക്കാണ്ട് നിസ്കരിക്കുക, മടി കൂടാതെ നിസ്കരിക്കുക, ഇബാദത്തുകൾ ഈ ഡിസിഷൻസിൽ ഞാൻ കാര്യമായിട്ട് കൊടുക്കുന്നത്, ഈ പേജിലും കാര്യമായിട്ട് കൊടുക്കുന്നത് നിസ്കാരം ഒരിക്കലും കളാക്കാതെ നിസ്കരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഷുഗർ കട്ട്, ഷുഗറിനോട് എനിക്ക് ഭയങ്കര ക്രേവിങ്സാണ്. അത് കുറയ്ക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്കൊരിക്കലും നടക്കാത്തൊരു പരിപാടിയാണ്, എന്നാലും ഷുഗർ നന്നായിട്ട് അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്നറിയില്ല. അപ്പോൾ എൻ്റെ ഈ ജനുവരിയിലെ പ്ലാനർ ഇത്രയേ ഉള്ളൂ. ലേറ്റായി എന്നറിയാം, എന്നാലും നിങ്ങളിത് സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് പ്ലാനറും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫെബ്രുവരിയിലെ പ്ലാനറായിട്ട്